എൻ്റെ പേര് മുഹമ്മദ് ഷാജഹാൻ. എൻ്റെ വീട് പാലപ്പുറത്താണ്. ഞാൻ ഒറ്റപ്പാലത്തുകാരനാണ്, പക്ഷെ ഇപ്പം ഞാൻ പാലപ്പുറത്താണ് താമസം. ആദ്യമായിട്ട് എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല പുതുവത്സര ആശംസകൾ നേരുകയാണ്. ഹാപ്പി ന്യൂ ഇയർ. ഏറ്റവും അറിയാത്തൊരു മേഖലയായിരുന്നു ഒരു ആർട്ടിസ്റ്റുമായിട്ടുള്ള ഷോപ്പിന് ബോർഡ് വെക്കുന്ന കാര്യത്തിൽ ഒരു ആർട്ടിസ്റ്റുമായിട്ടുള്ള ഒരു സൗഹൃദ സംഭാഷണത്തിൽ നിന്നുകൊണ്ട് തിരിഞ്ഞൊരു ആശയാണ്. സത്യത്തില് തീരെ അറിയാത്തൊരു മേഖലയാണെങ്കിലും ധൈര്യത്തോടു കൂടി അതിലേക്ക് അങ്ങ് ഇറങ്ങി പിടിച്ചു നിൽക്കുന്നുണ്ട്. ഒട്ടേറെ ഇതിന്റെ ശേഷം അന്ന് ഞാനിത് തുടങ്ങുന്ന കാലത്ത് പാലക്കാട് പട്ടാമ്പി റൂട്ടില് ഈ ഒരു ഷോപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതിന് ശേഷം ഒട്ടേറെ ഷോപ്പുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്തെങ്കിലും ഞങ്ങള് ഒരു ചെറിയ ഞങ്ങളുടേതായിട്ടുള്ള ഒരു ചെറിയ അഡ്രസ്സ് ഇവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് കൊണ്ടോ ദൈവാനുഗ്രഹം കൊണ്ട് നിന്നു പോകുന്നു. 1991 ഗൾഫിലേക്ക് പോയി. ഗൾഫിൽ നിന്നും 2000 തിരിച്ചെത്തി 2000 വാനംകുളത്ത് വന്ന് ഒരു ചെറിയ രീതിയിൽ സിനാൻ മെഡിക്കൽസ്, അന്ന് അതിന്റെ പേര് ഐശ്വര്യ മെഡിക്കൽസ് എന്നായിരുന്നു. പിന്നീട് ഞാൻ കഴിഞ്ഞൊരു 5-6 വർഷം ആയിട്ട് പേര് മാറ്റി സിനാൻ എന്നാക്കി. സിനാൻ മെഡിക്കൽസ് എന്ന സ്ഥാപനം ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ 2008 തുടങ്ങിയ ഒരു സംരംഭമാണ് ഫ്ലെക്സ് പ്രിന്റിംഗ് ഷോപ്പ്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന പരസ്യ മേഖലയിൽ ഏറെക്കുറെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് അസ്മി ഫ്ലെക്സ് പ്രിന്റിംഗ് എന്ന ഞങ്ങളുടെ ഈ സ്ഥാപനം. ഒരുപാട് കോമ്പറ്റീഷനൊക്കെ ഉള്ള ഫീൽഡാണെങ്കിലും ഒരുവിധം നന്നായി തന്നെ പ്രവർത്തിച്ചു പോകാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയുന്നുണ്ട്. വെച്ചാല് നമ്മളിത് തുടങ്ങുന്ന കാലത്ത് തന്നെ പ്ലാസ്റ്റിക് നിരോധനം മുന്നിൽ കണ്ടുകൊണ്ട് ഫ്ലെക്സിന് പകരമായി ക്ലോത്തും മറ്റു മീഡിയകളിലും പ്രിന്റ് ചെയ്യാവുന്ന ഒരു മിഷനറിയാണ് ആദ്യമേ തന്നെ പർച്ചേസ് ചെയ്തത്. അതുകൊണ്ട് ഇപ്പോൾ ഫ്ലെക്സ് പ്രിന്റിംഗ് നിരോധിച്ചപ്പോഴും ബാനറുകൾ, തുണി ബാനറുകൾ, കടലാസ്, തുണി എന്നിവയിൽ പ്രിന്റ് ചെയ്യുന്ന സംവിധാനം ഉള്ളതുകൊണ്ട് ഷോപ്പ് ഒരുവിധം നന്നായി പോകുന്നുണ്ട്. ഇപ്പോൾ കൂടാതെ കല്യാണ കത്തുകളും വിസിറ്റിംഗ് കാർഡുകളും ഇൻവിറ്റേഷനുകളും ബ്രോഷറുകളും എല്ലാം നമുക്ക് 1-2 മണിക്കൂർ അല്ലെങ്കിൽ അതിലും കുറഞ്ഞ സമയത്തിന് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയും. അതൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് ഈ ഷോപ്പിൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് മറ്റേ നെയിം പ്ലേറ്റുകൾ, വീടിന്റെ നെയിം പ്ലേറ്റ് ആക്രിലിക്കിലും ഗ്രാനൈറ്റിലും ഗ്ലാസിലും ചെമ്പ് തകിടിലും എല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള സംവിധാനം ഇന്ന് ഈ ഷോപ്പിലുണ്ട്. പോരാത്തതിന് മഗ് പ്രിന്റിങ്, അതായത് ഇപ്പോ നമുക്ക് ഒരു ഗിഫ്റ്റ് ഐറ്റമായിട്ട് കണക്കാക്കാവുന്ന മഗ് പ്രിന്റിങ്, ബനിയൻ പ്രിന്റിങ് തുടങ്ങി മറ്റ് മേഖലകളിലേക്ക് കൂടി കടക്കാനുള്ള ഒരുക്കത്തിലാണ്. ബിസിനസിന്റെ വിജയം അതെന്താന്ന് വെച്ചാല് ഇന്ന് സാധാരണ ചെയ്യുന്ന ബിസിനസിന്റെ 1/3 ഉള്ളൂ. ബിസിനസ് മേഖല വളരെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. വ്യാപാര മേഖല എന്ന് വെച്ചാൽ എല്ലാ അർത്ഥത്തിലും എല്ലാ ബിസിനസ്സിനും ക്ഷീണം തട്ടുന്ന ഈ സമയത്ത് ആദ്യമൊക്കെ ഒരു സ്ഥാപനം തുടങ്ങുമ്പോഴും സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്യുമ്പോഴും ഒക്കെ ഒരുപാട് ബാനറുകളും മറ്റും ഒരുപാട് പരസ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതെല്ലാം മാറി സോഷ്യൽ മീഡിയയിലേക്ക് പോയി. അപ്പോഴും ഇത്തരം ബിസിനസ്സുകൾ പിടിച്ചു നിൽക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യാപാരം ഇവിടെ നിലനിന്നു പോകുന്നത് ക്വാളിറ്റി, ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ മാത്രം ഒരു നിശ്ചിത ലാഭം അല്ലെങ്കിൽ ഒരു ചെറിയ ലാഭം എടുത്തുകൊണ്ട് ആരോഗ്യപരമായി മറ്റുള്ള സ്ഥാപനങ്ങളുമായിട്ട് മത്സരിക്കുക, അല്ലാതെ അനാരോഗ്യപരമായി മത്സരിക്കാതെ ആരോഗ്യത്തോടെ മത്സരിക്കുക എന്ന് പറയുന്നത് നല്ല സാധനം, നല്ല സർവീസ്, നല്ല ഒരു മാന്യമായ വില എന്നിങ്ങനെ കസ്റ്റമേഴ്സിന് കൊടുത്തുകൊണ്ട് അവരുടെ സ്നേഹവും വിശ്വാസവും പിടിച്ചു പറ്റിയത് കൊണ്ടാണ്
ഇന്ന് ബിസിനസ് ഈ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. താമസിക്കുന്നത് പാലപ്പുറത്താണ്. പാലപ്പുറത്തെ ഇയാമത്തുൽ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി, അതിന്റെ ജുമാ മസ്ജിദ് ആൻഡ് മദ്രസ, ആ കമ്മിറ്റിയിൽ 15 വർഷത്തോളം ഭാരവാഹിയായിരുന്നു. അതില് ഈ കഴിഞ്ഞ 2-3 മാസം മുന്നേ വരെ തുടർച്ചയായി 13 കൊല്ലത്തിലധികം ജനറൽ സെക്രട്ടറി സ്ഥാനത്തുണ്ടായിരുന്നു. ഇപ്പോ അതിൽ നിന്ന് താൽക്കാലികമായിട്ട് കമ്മിറ്റി ഇറങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഒരു 10 വർഷത്തിലധികമായിട്ട് വാണിയംകുളത്തെ വ്യാപാരി വ്യവസായി സംഘടനയിൽ ട്രഷററായിട്ടും വൈസ് പ്രസിഡന്റായിട്ടും പല തസ്തികയിലും ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ നിലവില് ഞാൻ ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാണിയംകുളം യൂണിറ്റിന്റെ പ്രസിഡന്റുമാണ്. ഇതാണ് എന്റെ സാമൂഹിക ജീവിത പശ്ചാത്തലം. ഇപ്പോ വാണിയംകുളത്തെ 400-401 വ്യാപാരികൾക്ക് വേണ്ടി ഏത് നേരത്തും 24 മണിക്കൂറും എന്ത് അത്യാവശ്യം ഉണ്ടെങ്കിലും സദാ സേവന സന്നദ്ധനായിക്കൊണ്ട് ഞാനിവിടെ പ്രവർത്തിച്ചു വരികയാണ്. എന്റെ പിതാവിന്റെ പേര് ഹംസ എന്നാണ്. ഞങ്ങൾ പാലപ്പുറത്ത് തന്നെയാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അദ്ദേഹം ഒരു 16 വർഷം മുന്നേ മരണപ്പെട്ടു. അദ്ദേഹത്തിന് ദൈവം സ്വർഗം പ്രദാനം ചെയ്യട്ടെ ഈ വേളയിൽ പ്രാർത്ഥിക്കുകയാണ്. മാതാവിന്റെ പേര് ആമിനക്കുട്ടി. അവര് 19 അനിയന്റെ കൂടെയാണ് താമസം. ഞങ്ങള് 6 മക്കളാണ്. 6 മക്കളിൽ മൂത്ത ആളാണ് ഞാന്. എന്റെ മൂത്ത ഒരു പെണ്ണ്. അങ്ങനെ ഞങ്ങൾ 3 ആണും 3 പെണ്ണും ആയിട്ടുള്ളതാണ് ഞങ്ങളുടെ ഫാമിലി. മൂത്ത സഹോദരി ഫാർമസിസ്റ്റാണ്. രണ്ടാമത്തെ സഹോദരി ഫാർമസിസ്റ്റ് ആയിരുന്നു. അവര് 13 വർഷം മുന്നേ മരണപ്പെട്ടു. പിന്നെ ഉള്ളത് 2 അനിയന്മാരാണ്. അവര് ഗൾഫിലാണ്. പിന്നെ എന്റെ ഭാര്യയുടെ പേര് അസ്മി. പാലക്കാടാണ് അവരുടെ വീട്. ഭാര്യയും എനിക്ക് 3 ആൺകുട്ടികളുമാണ്. ഞാനും ഭാര്യയും ഞങ്ങളുടെ 3 ആൺകുട്ടികളുമായിട്ട് ഞങ്ങൾ പാലപ്പുറത്ത് താമസിക്കുന്നു. മൂത്തവന് VFX പഠിക്കുകയാണ് കോഴിക്കോടില്. രണ്ടാമത്തെ ആള് മൗണ്ട് സീനയിൽ 10ാം ക്ലാസ്സിലാണ്. മൂന്നാമത്തെ ആള് പത്രിപ്പാലം മൗണ്ട് സീനയിൽ 5ാം ക്ലാസ്സിലുമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മെഡിക്കൽ ഷോപ്പ് കൈകാര്യം ചെയ്യുന്നത് ഭാര്യയാണ്. ഞാന് ഈ ഷോപ്പും മെഡിക്കൽ ഷോപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ ബാക്കി സാമൂഹിക പ്രവർത്തനം ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ മുന്നേ എന്റെ പാലപ്പുറത്ത് ഞാൻ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു എന്നുള്ളത്. അതേ പള്ളിയുടെ മരണം വരെ അല്ലെങ്കിൽ മരിക്കുന്ന സമയത്തൊക്കെ ആ പള്ളിയുടെ പ്രസിഡന്റ് ആയിരുന്നു എന്റെ പിതാവ്. മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി, തിരുവത്തകത്ത് ഫാമിലി എന്ന് പറയും. തിരുവത്തകത്ത് ഫാമിലിയിലുള്ള ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ ഏതെങ്കിലും പള്ളിയുടെ ഒരു തലപ്പത്തുണ്ടായിരിക്കുന്നത് എന്നും ഒരു പതിവാണ്. ഇന്നും ഒറ്റപ്പാലത്തുള്ള ഹൈദരിയ മസ്ജിദ് അതിന്റെ സെക്രട്ടറി എന്റെ പിതാവിന്റെ അനിയനാണ്. വർഷങ്ങളായിട്ട് അദ്ദേഹം ആ പദവി അലങ്കരിച്ചു വരികയാണ്. അതിനു മുന്നേ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ 10-27 കൊല്ലത്തോളം തുടർച്ചയായി ആ പള്ളിയുടെ സെക്രട്ടറി ആയിരുന്നു. അതുപോലെ ഇതൊക്കെ ഞങ്ങളുടെ സാമൂഹിക ജീവിതത്തിൽ ഉള്ള മുൻ വഴികളാണ് എന്ന് വേണമെങ്കിൽ പറയാം. വരും തലമുറ അല്ലെങ്കിൽ പുതിയ തലമുറ അടുത്ത തലമുറയോട് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, എന്നും ചോരാത്ത, എന്നും നഷ്ടപ്പെടാത്ത ഒരു സംഗതിയുണ്ട്, വിദ്യാഭ്യാസം. അത് ആദ്യം നേടുക. ഏത് ബിസിനസ് കൊണ്ട് നടത്താനാണെങ്കിലും ഏത് രീതിയിൽ മുന്നോട്ട് പോകാനാണെങ്കിലും അതിന്റെ ആദ്യത്തെ പടിയായിട്ട് വിദ്യാഭ്യാസം നേടുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, നീ പഠിക്കുക, നിന്നെ കുഴിയിലെടുക്കും വരെയും. അത്രക്കും വിദ്യാഭ്യാസത്തിനാണ് പ്രാധാന്യം. എന്ത് ബിസിനസ്സുകാരനാവുകയാണെങ്കിലും ആദ്യമായി വിദ്യാഭ്യാസം നേടുക. അതോടൊപ്പം തന്നെ ധൈര്യത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റിന്റെ പല പദ്ധതികളുമുണ്ട്. PMEGP പോലുള്ള പദ്ധതികൾ
അതിൽ ഒരുപാട് സബ്സിഡികളും മറ്റൊക്കെ ഉണ്ട്. അതെല്ലാം ഉപയോഗിക്കാൻ എന്തിനും ആത്മധൈര്യത്തോടുകൂടി ബിസിനസ് രംഗത്തേക്ക് പുതുതലമുറ വരണം. വന്നാൽ തന്നെയാണ് ബിസിനസ് രംഗം നിലനിൽക്കുള്ളൂ. അതല്ലെങ്കിൽ വാൾമാർട്ടിനെ പോലെയും മറ്റുള്ള ഓൺലൈൻ കമ്പനിക്കാര് പോലുള്ളവരൊക്കെ ഇന്നിപ്പോ ഈ രംഗത്ത് പിടിമുറുക്കിയിട്ടുണ്ടെങ്കിലും നാളെ അവരെയൊക്കെ നമ്മുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കേണ്ടത് അത്യാവശ്യമാണ്. അതിന് പുതിയ തലമുറ ബിസിനസ് രംഗത്തേക്ക് വന്നാൽ തന്നെ പറ്റുള്ളൂ. ഇവരെയൊക്കെ പേടിച്ചുകൊണ്ട് വരാതിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബിസിനസ് എന്നുള്ള ഈ ഭാഗം തന്നെ നമുക്ക് അന്യം നിന്ന് പോകും. അത് പാടില്ല. അതിനാൽ ആദ്യമായി നല്ല രീതിയിൽ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് പൊരുതാൻ തയ്യാറായിക്കൊണ്ട് നല്ല നിലയിൽ ധൈര്യത്തോടുകൂടി ബിസിനസ് രംഗത്തേക്ക് വന്ന് ചിലവുകളൊക്കെ ചുരുക്കിക്കൊണ്ട് ആർഭാടങ്ങൾ ചുരുക്കിക്കൊണ്ട് മറ്റുള്ള അനാവശ്യ ചെലവുകളിൽ നിന്നൊക്കെ ഒഴിവായിക്കൊണ്ട് ചിലവ് ചുരുക്കി നല്ല രീതിയിൽ ഒരു സ്ഥാപനം കൊണ്ട് നടക്കുകയാണെങ്കിൽ അവിടെ വിജയിക്കാൻ പറ്റും. അത് 100% ഉറപ്പാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ദൈവത്തിന്റെ കയ്യിലുമാണ്. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, നാടിന്റെ ഭാവി നമ്മുടെയൊക്കെ സ്വന്തം കൈകളിലാണ്. അതായത് ഇന്ന് ഇവിടെ ഓൺലൈൻ കമ്പനിക്കാർ പിടിമുറുക്കിയിരിക്കുകയാണ് വ്യാപാര രംഗത്ത്. ഈ വ്യാപാര രംഗത്ത് ഓൺലൈൻ കമ്പനിക്കാർ പിടിമുറുക്കിയ ആഫ്രിക്കൻ കൺട്രികളിലൊക്കെ സാമ്പത്തിക രംഗം അതീവ ദയനീയമാണ് എന്ന കാര്യം നാം മറക്കരുത്. കേവലം നക്കാപ്പിച്ച ലാഭത്തിന് വേണ്ടി അവരെ ആശ്രയിക്കുന്ന നമ്മൾ ഒരു കാര്യം പാടെ മറക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങൾക്കും നമ്മുടെ നാട്ടിലെ പൊതുപരിപാടികൾക്കും, എന്തിനേറെ പറയുന്നു സുനാമി, വയനാട് പോലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഗവൺമെന്റിനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നാടിനെ സഹായിക്കാൻ വേണ്ടി, ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടി, കഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത് ഈ കേരളത്തിലെ കൊച്ചു കേരളത്തിലെ ചെറുകിട വ്യാപാരികളാണ് എന്ന സത്യം ആരും മറക്കരുത്. അതിനാൽ നിങ്ങൾ അവനവന്റെ ടൗണിലെ ചെറുകിട വ്യാപാരികളെ ആശ്രയിച്ചുകൊണ്ട് അവനവന്റെ ടൗണിലെ ചെറുകിട വ്യാപാരികളിൽ നിന്ന് മാത്രം പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ നാടിന്റെ ഭാവിക്കും പുരോഗതിക്കും വേണ്ടി പ്രയത്നിക്കണമെന്ന് അല്ലെങ്കിൽ സഹായിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകരെയും അറിയിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞ എന്റെ അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഒക്കെ ഫ്യൂച്ചർ പ്ലാൻ, ഇത് കൂടുതൽ ബ്രാഞ്ചുകൾ ഇട്ടുകൊണ്ട് വിപുലീകരിക്കുക എന്നതിൽ കവിഞ്ഞ് ന്യൂഡൽഹി സിനിമയിൽ മമ്മൂട്ടി പറഞ്ഞതുപോലെ എനിക്ക് കൂടുതൽ ബ്രാഞ്ചുകൾ ഇടാനല്ല താല്പര്യം, ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് മൊത്തത്തിൽ കൈകാര്യം ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റികളൊക്കെ, ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ ഈ ബിസിനസ്സിലൂടെ അല്ലെങ്കിൽ ഇതിലൂടെ എന്തെല്ലാം സൗകര്യങ്ങളും എന്തെല്ലാം പുതിയ പുതിയ പ്രോഡക്റ്റുകളും എന്തെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അത് കണ്ടെത്തി അത് ഇവിടെ കൊണ്ട് തന്നെ നല്ല രീതിയിൽ കൊണ്ടു നടക്കാനാണ് ഭാവിയിലെ പ്ലാൻ. പാലക്കാട് ഗുരുവായൂർ റൂട്ട്, പാലക്കാട് പട്ടാമ്പി റൂട്ട് എന്ന് പറയാം. ഇതില് വാണിയംകുളം എന്നുള്ള ഈ ചെറിയ പട്ടണം, വാണിയംകുളം പണ്ടൊക്കെ പറഞ്ഞ കാലിച്ചന്തകൾക്ക് പ്രസിദ്ധമായെങ്കിലും ഇന്ന് പി കെ ദാസ് അതിലേറെ വാണിയംകുളത്തിന് പുതിയ പ്രത്യേകത കൂടെ ഉണ്ട്. പത്മശ്രീ രാമചന്ദ്ര പുലവരുടെ നാടുകൂടിയാണ് വാണിയംകുളം. വാണിയംകുളത്ത് നിന്ന് 1 കിലോമീറ്റർ അടുത്തുള്ള കൂനത്തറയിലാണ് അദ്ദേഹത്തിന്റെ വീടും അദ്ദേഹത്തിന്റെ നാടുകൂടെയാണ്. വാണിയംകുളം മെയിൻ റൂട്ടിൽ തന്നെ സ്റ്റേറ്റ് ബാങ്ക് ബിൽഡിങ്ങിലാണ് എന്റെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്.